ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പല ആളുകൾക്കും വരുന്നൊരു പ്രശ്നമുണ്ട്. റിലേഷൻഷിപ്പ് കുറച്ച് ദിവസമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നില്ല. അതായത് പ്രണയം മുന്നോട്ട് പോകുന്നില്ല, പ്രണയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ആ ഒരു ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നില്ല. സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മുന്നേ എങ്ങനെയാണോ ആ രീതിയിൽ വലിയ രീതിയിൽ ഇഷ്ടമൊന്നും തോന്നുന്നില്ല എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു, ഒരുപാട് പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല, എന്തോ കുറവുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പ്രണയത്തിന് ഗ്രോത്ത് സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ മാറിയോ എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ മാറിയോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഒരു വർഷം മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു, ബട്ട് ഇപ്പം നിങ്ങൾ എങ്ങനെയാണ്, ഈ ഒരു കാര്യം നിങ്ങൾ താരതമ്യം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കാണോ മാറ്റം ഉണ്ടായത്, അവർക്കാണോ മാറ്റം ഉണ്ടായത് എന്നുള്ള ആ ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു വർഷം മുന്നത്തെയും ഇപ്പോഴത്തെയും കൂടി നോക്കുന്ന സമയത്ത് അത്രയും കാലത്തിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അകൽച്ച സംഭവിച്ചു തുടങ്ങിയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് അകൽച്ച വന്നിട്ടുള്ളത്, അതിന്റെ കാരണം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. സോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതായത് ഒരിക്കലും ഇതൊരു കുറ്റപ്പെടുത്തലല്ല, അവരോട് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കലോ അങ്ങനെയൊന്നുമല്ല, പ്രശ്ന പരിഹാരം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ശൂന്യത എന്താണെന്നുള്ളത് തുറന്ന് അവരോട് സംസാരിക്കാം. ഇങ്ങനെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതൊരിക്കലും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാവരുത്. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇപ്പൊ തോന്നുന്നത്, അതായത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതിന് കാരണം നീയാണ്, അല്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കുന്നില്ല, നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തി അവരോട് സംസാരിക്കാതിരിക്കുക. പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം മാത്രം അവരോട് പറയാം. അതായത് എനിക്ക് വളരെയധികം ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് വരുന്നുണ്ട്, ഇതിന്റെ കാരണം എന്താണ്, അത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് തന്നെ സോൾവ് ചെയ്യണം. ബിക്കോസ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുക. അതായത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക, ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുക. അതായത് ഒന്ന് പുറത്തൊക്കെ പോകാനായിട്ട് ശ്രമിക്കാം. ചെറുതായിട്ട് ഒരു ട്രിപ്പൊക്കെ പോവാം, ഒരു ഔട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാം. അതല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒന്ന് പുറത്ത് പോവുക. രണ്ടുപേരും ഒരുമിച്ചുള്ള കുറച്ച് സമയം നിങ്ങൾ ചെലവഴിക്കുക. ഒരുപാട് സമയം നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സമയം ഒരുമിച്ച് ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടുപേർക്കുമുള്ള റെസ്പെക്ട്, എംപതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഉയർത്താനായിട്ട് ശ്രമിക്കുക. അതായത് അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ അവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ടുപേർക്കും തുറന്ന് സംസാരിക്കാം. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുക. അവരെന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നിന്നുകൂടി ചിന്തിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അതായത് അവരെ നല്ല രീതിയിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് ഇല്ലാതെ പെരുമാറി കഴിഞ്ഞാൽ അത് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് തീരെ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു ദേഷ്യം വരും, പിന്നീട് അതങ്ങനെ ഉള്ളിൽ കിടന്ന് വലുതാവും. പിന്നെ ഓരോ കാര്യങ്ങളിലുള്ള പ്രവൃത്തികളിലൂടെ അത് പുറത്ത് വരും. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ആ ഒരു ദേഷ്യം കൂടി വരികയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം അത് പൊട്ടിത്തെറിയാവുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ എന്തെങ്കിലും കാര്യം തോന്നിക്കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കുക. മാത്രമല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് എപ്പോഴും പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ പരസ്പരം ആദരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. ഈ റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെയും ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കൂടി രണ്ടുപേരും തയ്യാറാവുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്കിടയിലുള്ള അകൽച്ച ഇല്ലാതാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലറെയൊക്കെ കാണാനായിട്ട് ശ്രമിക്കാം. അതായത് ജസ്റ്റ് മറ്റുള്ള അഡ്വൈസ് തേടുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുള്ള സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം എങ്ങനെ പോകുന്നു, ആദ്യം എങ്ങനെയായിരുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യവും കറക്റ്റ് സൊല്യൂഷനും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്